ജനീഷ് എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഈ ആംബുലൻസിൽ ആൾ കയറുന്നുണ്ട് ഇപ്പൊ അല്ലേ? ഏറ്റവും അവസാനം എന്നായിരുന്നു? അന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയില്ലേ ആ. കുഞ്ഞിന്റെ? താങ്കൾ കുറെ കാലമായി ആംബുലൻസിൽ? കുറച്ച് വർഷമായി. അമൃതയിൽ അമൃത ആശുപത്രിയിലല്ലേ? അതെ, അമൃതയിൽ. അമൃതയുടെ ആംബുലൻസ് ആയിരുന്നു അതല്ലേ? അതെ, അമൃത ആംബുലൻസ് ആയിരുന്നു. നല്ല വേഗത്തിൽ തന്നെയാണല്ലോ ആംബുലൻസ് പോയത്. എത്ര മണിക്കൂറിനകം തിരുവനന്തപുരത്ത് എത്തണമായിരുന്നു? പോലീസ് ഉണ്ടായി കൂടെ. ആ 2 മണിക്കൂർ കൊണ്ട് 3 മണിക്കൂർ കൊണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്ന പഴയ കാലം പോലല്ല, നമുക്ക് ആംബുലൻസിന് വഴി തെളിക്കാനായിട്ട് നാട്ടുകാർ ഉൾപ്പെടെ ഇറങ്ങി നിൽക്കും അല്ലേ? ഉണ്ട്. പണ്ടൊക്കെ എങ്ങനെയല്ലോ, കാര്യം ചാനലും കൂടെ കാണും ക്യാമറയായിട്ട്. ചാനൽ തന്നെയല്ലേ ഇപ്പൊ വാട്സപ്പ് കൂട്ടായ്മ. എല്ലാ ജനങ്ങളും പോലീസുകാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കാരണം അപ്പൊ ആംബുലൻസ് എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകും? സ്പീഡ് ഞങ്ങൾ നോക്കാറില്ല. എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാം, അതാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് നിങ്ങൾക്ക് ബാധകമാണോ? ബാധകമാണ്. അപ്പൊ അത് നോക്കിക്കോണം സ്പീഡോമീറ്റർ എങ്ങനെ പോകുന്നു. ആംബുലൻസിന് സ്പീഡ് ലിമിറ്റ് പറയുന്നില്ല. നമ്മള് ചിലപ്പോ എമർജൻസി കേസ് വണ്ടിയിലാകുമ്പോ നമ്മള് വിട്ടേ പറ്റൂ. താങ്കൾ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ എത്ര തവണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വണ്ടി ഓടിയിട്ടുണ്ട്? അവയവദാനത്തിന്റെ ഭാഗമായിട്ട് കുറെ ഓടിയുണ്ട്. ഏറ്റവും താങ്കളുടെ ഹൃദയത്തിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന അനുഭവം ഏതാ? ഈ കൊച്ചിന്റെ തന്നെ